എല്ലാ കഥകളും നമുക്ക് സിനിമയാക്കാൻ പറ്റും എന്ന് ഇല്ല. എല്ലാ സിനിമകളും നല്ല കഥയായിരിക്കണം എന്നുമില്ല. ശരിക്കും നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ പല ഹിറ്റായ സിനിമകളും ഭയങ്കര കഥയൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. അതിന്റെ പെർഫോമൻസും അതിന്റെ മേക്കിങ്ങും ആണ് ശരിക്കും ഒരു സിനിമയുടെ കഥ വേണ്ടെന്നല്ല പറയുന്നത്. കഥയ്ക്ക് ഇമ്പോർട്ടന്റ് ഉള്ള പോലെ തന്നെ അതിന്റെ മേക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. അപ്പൊ ഈ നമ്മൾ ഭയങ്കരമായ കഥ എഴുതിയിട്ട് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കഴിയുമ്പോൾ അത് സിനിമയായി കണ്ടു കഴിയുമ്പോൾ അത് മേക്കിങ്ങിന്റെ പ്രശ്നങ്ങൾ നമുക്കറിയാൻ പറ്റും. പല സിനിമകളും അങ്ങനെയാണ്. ഈ കഥ ഒന്നും ഇല്ലെങ്കിലും മേക്കിംഗ് വളരെ നന്നായി കഴിയുമ്പോൾ, അതായത് ക്യാരക്ടേഴ്സിന്റെ ആക്ടിങ് അല്ലെങ്കിൽ കഥ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുമല്ലോ ഒരു സിനിമയ്ക്ക്, അതിന്റെ ഒരു ഫ്ലോ, എത്ര ചെറിയ ത്രെഡ് ആണെങ്കിലും അതിന്റെ ഒരു ഫ്ലോ, പിന്നെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, പിന്നെ മെയിൻലി ടെക്നിക്കൽ തിങ്സ് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നതും പിന്നെ ക്യാരക്ടർ ഇൻട്രോസും പിന്നെ ഡയലോഗ്സും പിന്നെ ഉള്ള പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന എഡിറ്റിംഗ്, മ്യൂസിക് എന്നുള്ള പാർട്ട്, ഈ പാർട്ടുകളൊക്കെ വെച്ചിട്ട് ഒരു സിനിമ എഡിറ്റ് ചെയ്തിട്ട് ഹിറ്റാക്കിയ സിനിമകളും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോ ശരിക്കും ഒരു കഥ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഥ ഒരു സിനിമയാക്കി കഴിഞ്ഞാലും അതൊരു ഫ്ലോപ്പ് ആയിരിക്കും, ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ സിനിമകളും ഉണ്ട്, അങ്ങനെ സിനിമകളും ഉണ്ടാവണം. അപ്പൊ എല്ലാ സിനിമകൾക്കും ഭയങ്കരമാണ് കഥകൾ വേണമെന്നൊന്നുമില്ല. കഥ പ്ലോട്ട് ഉണ്ടാവണം, ക്യാരക്ടറൈസേഷൻ ഉണ്ടാവണം, ക്യാരക്ടർ ആർക്ക് ഉണ്ടാവണം, ഒരു സ്റ്റാർട്ട് ഉണ്ടാവണം, ഒരു മിഡിൽ ഉണ്ടാവണം, ഒരു എൻഡ് ഉണ്ടാവണം എന്നൊക്കെയുള്ള പോലെ അതൊക്കെ വേണം. പക്ഷെ ഞാൻ പറയുന്നത് അതിന് ഉണ്ടായാൽ മാത്രം പോരാ, അതിന്റെ ഒരു മേക്കിംഗ് കൂടെ ആ രീതിയിൽ ഇംപ്രസീവ് ആയിരിക്കണം. ദെൻ ഓൺലി അത് വ്യൂവേഴ്സിന്, ഓഡിയൻസിന് അത് ഇംപ്രസീവ് ആയിട്ട് അത് നല്ല സിനിമ എന്ന് പറയുന്ന രീതിയിലോട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ സിനിമനെ.